Dear students, good morning. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ലാസ്സൊക്കെ ഉഷാറായി പോകുന്നില്ലേ? ഇപ്പം 3 ക്ലാസ്സുകളായില്ലേ നമ്മുടേത്? ഓരോ ദിവസവും 3 ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി വന്ന് പറയണം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയതാണ് അല്ലേ? കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. നമ്മൾ ആദ്യം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് എഴുതി. ഇനി നമ്മൾ അതെന്താണെന്നും നമ്മൾ എഴുതിയില്ലേ? ഇനി നമ്മൾ അതിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഡിസ്കഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 3 ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും കാണുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ ഇനി പുതിയ റേഷ്യോയിലാണ് എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. പുതിയ അനുപാതത്തിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ ഇനി സാക്രിഫൈസ് ചെയ്യും. നിലവിലുള്ള പാർട്ട്നേഴ്സ് കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എന്തിനാ സാക്രിഫൈസ് ചെയ്യുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 2 പേരാ വീതിച്ചിരുന്നത്. ഇനി ഉണ്ടാവാൻ പോകുന്ന പ്രോഫിറ്റോ 2 പേരാണോ വീതിക്കുന്നത്? അല്ല, 3 പേര് വീതിക്കാണ്. അപ്പം എന്താണ്? അവർ കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ത്യജിക്കുന്നുണ്ട്, കുറച്ച് പ്രോഫിറ്റ് ത്യജിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പുതിയ ആൾ എന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ അവർ സാക്രിഫൈസ് ചെയ്യുന്ന, അവർ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ത്യജിക്കുന്ന ആ ഒരു റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 കേസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് പാർട്ട്ണർ ഫേമിൻ്റെ പ്രോഫിറ്റ് അക്വയർ ചെയ്യുക, അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ പറഞ്ഞില്ലേ? അതിലൊക്കെ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം, അതുപോലെ സാക്രിഫൈസിങ് റേഷ്യോ കാണണം. അതെങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇല്ലസ്ട്രേഷൻ 1, A and B are partners sharing profits and losses in the ratio of 3:2. C is admitted for 1/6th share of the profits. Calculate new profit sharing ratio, അതായത് ന്യൂ PSR. ഞാൻ ആദ്യം പറയാം. PSR എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നതിന് ഷോർട്ടായിട്ട് പറയുന്നതാണ്. ന്യൂ PSR എന്ന് പറഞ്ഞാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നാണ് കേട്ടോ. അപ്പോൾ എയും ബിയും ഒരു ബിസിനസ് ഇങ്ങനെ എന്ത് ചെയ്യാണ്? റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ റൺ ചെയ്യുമ്പം അവരുടെ പ്രോഫിറ്റ് എങ്ങനെ അവർ ഷെയർ ചെയ്യുന്നത്? 3:2. ഒരാൾക്ക് മൊത്തം പ്രോഫിറ്റ് 5 ഉണ്ടെങ്കിൽ 3 ഒരാളെടുക്കും, 2 ഒരാളെടുക്കും. അങ്ങനെ 5 ആക്കി ഡിവൈഡ് ചെയ്യും പ്രോഫിറ്റിനെ. എന്നിട്ട് എന്ത് ചെയ്യും? 3 ഒരാളെടുക്കും, 3 ഭാഗം ഒരാളെടുക്കും, 2 ഭാഗം ഒരാളെടുക്കും. ഇനി എന്താ പറയുന്നത്? സി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/6th ഷെയർ ഓഫ് പ്രോഫിറ്റ്. സീനെ അഡ്മിറ്റ് ചെയ്തു. എന്തിനാണ്? അയാൾക്ക് എന്താ കിട്ടുക? പ്രോഫിറ്റിൻ്റെ 1/6th കിട്ടും. അപ്പോൾ നമ്മോട് പറഞ്ഞത് കാൽക്കുലേറ്റ് ന്യൂ PSR, പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് എന്ത് ചെയ്യാനുള്ളത്? കാണാൻ പറഞ്ഞിട്ടുള്ളത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂടെ ന്യൂ PSR എന്ന് എഴുതിയിട്ട് ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ എന്നും കൂടെ എന്ത് ചെയ്യുക? എഴുതുക. ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ ഒന്നും കൂടെ എഴുതുക അവസാനം കേട്ടോ. നമുക്ക് രണ്ടും ചെയ്യാം. അപ്പോഴേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ ഉപ്പ എന്ത് ചെയ്തു? ഒരു കേക്ക് കൊണ്ടുവന്നു. ഇതൊരു കേക്കാണ് നിങ്ങൾ കരുതുക. എനിക്ക് കുറച്ച് വലുപ്പത്തിൽ കിട്ടണം കേക്ക്, അതുകൊണ്ടാണ് കേട്ടോ, നീളത്തിലുള്ള കേക്ക്. അങ്ങനെ എന്ത് ചെയ്തു? ഉപ്പ കേക്ക് കൊണ്ടുവന്നു, ഫാദർ കേക്ക് കൊണ്ടുവന്നു. ഫാദർ കേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, 3 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വരാനുണ്ട്. അവർക്കുള്ളത് മാറ്റി വെക്കണം, ബാക്കി 2 ഭാഗം നമുക്ക് വീട്ടിൽ എടുക്കാമെന്ന് പറഞ്ഞു.
ഒരു കേക്കാണ്, ഒറ്റ കേക്കാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, അതിൽ ഒറ്റ കേക്കിന് നിങ്ങൾ 3 ഭാഗം എടുത്ത് വെക്കുക, 2 ഭാഗം എന്ത് ചെയ്യുക ഇവിടെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു കേക്കിനെ നിങ്ങൾ 5 ഭാഗമാക്കും. അങ്ങനെ ആകുമ്പോഴല്ലേ നിങ്ങൾക്ക് 3 എടുക്കാൻ പറ്റുള്ളൂ. ഈക്വൽ ആയിട്ടുള്ള 3 ഭാഗം, അതുപോലെ ഈക്വൽ ആയിട്ടുള്ള 2. ഞാൻ അത് വരച്ചതിൽ ഈക്വൽ അല്ല, പക്ഷെ നിങ്ങൾ ഈക്വൽ ആയിട്ട് കരുതുക, നമുക്ക് ഇതല്ല പ്രധാനം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 3 ഭാഗം എന്ത് ചെയ്യും നിങ്ങൾ എടുത്തു വെക്കും, ബാക്കി 2 ഭാഗങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യും ഉപയോഗിക്കും അല്ലേ. ഇതാണ് സംഭവം ഈ 3:1:2 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരൊറ്റ സാധനത്തിന് 2 ഭാഗമാക്കി, ഇത് പ്രോഫിറ്റാന്ന് കിട്ടുക. ഒരൊറ്റ പ്രോഫിറ്റിനെ നമ്മൾ 5 ഭാഗമാക്കിയിട്ട് 3 ഭാഗം ഒരാൾക്ക് കൊടുക്കും, 2 ഭാഗം ഒരാൾക്ക് കൊടുക്കും. ഈ 3 ഭാഗം ഒരാൾക്ക് കൊടുക്കും, 2 ഭാഗം ഒരാൾക്ക് കൊടുക്കും. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് എന്ത് ഈ 3:2:2 എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ വളരെ സിമ്പിളാണ് ഇങ്ങനെ. അപ്പോൾ അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 1 എന്നുള്ളതിനേക്കാളും ചെറുതാണ് എന്ത് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് 3/2/3, അല്ലെങ്കിൽ അതുപോലെ തന്നെ 1നേക്കാളും ചെറുതാണ് എന്ത് 1/5. കാരണം നിങ്ങൾ കാൽക്കുലേറ്റർ കൂട്ടിയാൽ തന്നെ മനസ്സിലാവും 1/5 എന്ന് എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിലേറെ വലുതായിരിക്കും ഈ 1 എന്നുള്ള എമൗണ്ട്. അപ്പോൾ ഈ 1നെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും പ്രൊപ്പോർഷൻ ചെയ്യുന്നതിനാണ് ഇങ്ങനെ 3/5 അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ഡിസ്കഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ, അതായത് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു പ്രോഫിറ്റ്, ഇതൊരു പ്രോഫിറ്റാണ്. പ്രോഫിറ്റായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ 8ലേക്ക് പിന്നെ വരാം. ഈ പ്രോഫിറ്റ് നിലവിൽ എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും, നിങ്ങൾ എഴുതണ്ട, ഞാൻ പറഞ്ഞതിന് ശരിയാ മതി. ഡിവൈഡ് ചെയ്യുന്നത് 3:2 ഡിവൈഡ് ചെയ്യുന്നത് 3:2 ഓക്കെ. അപ്പോൾ പുതുതായിട്ട് ഇവരെന്ത് ചെയ്തു, സീനെ കൊണ്ടുവന്നു. സിക്ക് എത്ര ഷെയർ കൊടുക്കുന്നത് 1/6 ആണ്. ഓക്കെ, അതായത് പ്രോഫിറ്റ്, ഫേമിൻ്റെ പ്രോഫിറ്റിൻ്റെ 1/6, ഫേമിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ 6 ഭാഗമാക്കിയിട്ട് 1 ഭാഗമാണ് സിക്ക് കൊടുക്കുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഫേമിൻ്റെ പ്രോഫിറ്റിന് 6 ഭാഗമാക്കാം. 1 2 3 4 5 6. 1 2 3 4 5 6 അല്ലേ, ഇത്രയും ഭാഗം. ഇതിലെന്താ സംഭവം, ഇതൊന്നും വായിക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞ എന്താണ്, മൊത്തം ഫേമിൻ്റെ പ്രോഫിറ്റിൽ സീനോട് പറഞ്ഞ എന്താണ്, അനക്ക് 1/6 നമ്മൾ തരാമെന്ന് പറഞ്ഞു. അപ്പം മൊത്തം ഫേമിൻ്റെ പ്രോഫിറ്റിന് ഇനി എന്താക്കണം, 6 ഭാഗമാക്കണം. ഇതുവരെ 5 ഭാഗമാക്കിയാൽ മതിയായിരുന്നു, ഇനി 6 ഭാഗമാക്കണം. എന്നിട്ട് ഇത് ആർക്കുള്ളതാ, ഈ ഒരു ഭാഗം ആർക്കുള്ളതാ, ഇത് സി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ബാക്കി ഈ ഉള്ള ഏരിയയാണ് ഇനി ആർക്കുള്ളത്, പുതിയ പാർട്ട്നേഴ്സിനുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നില്ല. ഇത് നമുക്ക് മാത്സിൻ്റെ കാൽക്കുലേഷനിൽ എന്ത് ചെയ്യണം, ബുക്കിൽ എഴുതണം. അതിനാണ്. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. പ്രോഫിറ്റ് എത്ര, നമ്മൾ തൽക്കാലം ഇവിടെ പ്രോഫിറ്റിന് എത്ര എടുത്തത്, അതേപോലെ ഞാൻ പറയുകയാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാത്സിലേക്ക് ആക്കുമ്പോൾ കുറച്ച് ഇതുണ്ട്. പ്രോഫിറ്റിന് നമ്മൾ എക്സ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ, പ്രോഫിറ്റിന് ഞാൻ 1 എടുത്തു, പ്രോഫിറ്റ് 1. അപ്പോൾ സീൻ്റെ ഷെയറോ, സീസ് ഷെയർ എത്ര, സീൻ്റെ ഷെയർ നമ്മൾ പറഞ്ഞു 1/6 ആണോ അല്ലേ, ആണ്. സീൻ്റെ ഷെയർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഷെയർ എത്ര, 1 2 3 4 5. പക്ഷെ എന്തിൽ 5 എന്ന് പറയാൻ പറ്റൂല, ഇതിനെ മൊത്തം നമ്മൾ 1 ആക്കി അടുത്ത്. അപ്പം 6ൽ 5. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിമൈനിങ് പ്രോഫിറ്റ് എഴുതുന്നതിനൊരു കോലുണ്ട്, അങ്ങനെ എഴുതണം. റിമൈനിങ് പ്രോഫിറ്റ്
ഇതൊന്നും എഴുതാനായില്ല, ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. റിമൈനിങ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒന്ന്, ഈ ഫുൾ ഒന്ന്, ഈ കേക്ക് ഫുൾ എന്താണ് ഒന്നാണ്, അല്ലെങ്കിൽ ഇത് പ്രോഫിറ്റ് ഫുൾ ഒന്നാണ്. ഈ 1 മൈനസ് ഇയാൾക്ക് കൊടുത്തതല്ലേ കുറക്കണ്ടേ, ഇയാൾക്ക് കൊടുത്തത് എത്ര 1/6 അല്ലേ. 1 മൈനസ് 1/6. ഇനി നിങ്ങൾ പഴയ ലോജിക്ക് എടുത്തോളി. എന്താണ് 1 മൈനസ് 1/6 എന്ന് പറഞ്ഞാൽ എത്ര 5/6. എഴുതുമ്പോൾ മാത്സിൽ എഴുതുമ്പോൾ ഇതിനൊരു കോലുണ്ട്, അങ്ങനെ എഴുതണം എന്നുള്ളത് കൊണ്ടാണ്. റിമൈനിങ് ഷെയർ 1/6. ഇത്രയും മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഈ പ്രോബ്ലം, ഈ ചിത്രമൊക്കെ വായിച്ചിട്ട് ഇതേപോലത്തെ വേറൊന്ന് ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് എന്ത് ചെയ്യാം വരാം. അപ്പോൾ ഇതുപോലത്തെ വേറൊന്ന് ഞാൻ പറയാണ്. ഇപ്പം നമ്മളെ ബിസിനസ്സിലെ പാർട്ട്ണർ എയും ബിയും എന്താണ് പാർട്ട്നേഴ്സാണ്. ഇവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 3:2:1 2:1. അവർ പുതുതായിട്ടൊരു പാർട്ട്ണറിനെ കൊണ്ടുവന്നു സി. നേരത്തെ പറഞ്ഞതല്ല, ആ പ്രോബ്ലം ഞാൻ എപ്പോഴും ചെയ്യണില്ല, ഞാൻ എൻ്റെ ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. സീനെ കൊണ്ടുവന്നു. സിക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് എത്ര 1/4 ആണ് കൊടുക്കുന്നത്. അല്ല, നേരത്തെ 1 ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് സിക്ക് കൊടുക്കുന്നത് 2/5 ആക്കാം. സിക്ക് എത്ര കൊടുക്കാൻ പോണേ 2/5 ഇതാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് ഫേമിൻ്റെ ഒരു പ്രോഫിറ്റാണ്. ഈ ഒരു പ്രോഫിറ്റ് ആദ്യം ഇവർ ചെയ്യുന്നത് 2:1 ആണ്. അതായത് ഫേമിൻ്റെ പ്രോഫിറ്റിനെ 3 ആക്കി, അതിൽ 1 ഒരാൾ കൊടുക്കും, 2 ഒരാൾ കൊടുക്കും. ഇനി പുതിയത് സി വന്നപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഫേമിൻ്റെ പ്രോഫിറ്റിൽ 5 ഭാഗമാക്കിയിട്ട് അതിൽ 2 ഭാഗം സിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 5 ഭാഗമാക്കും. 1 2 3 4 5 1 2 3 4 5. ഓക്കെ, അതിലെന്ത് ചെയ്യുക, ഇത് ആർക്ക് കൊടുക്കും സിക്ക് കൊടുക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇയാൾ ഇത്രയൊക്കെ ഇതിലിങ്ങനെ പറയാൻ കാരണം. ഞാൻ +1 പഠിക്കുന്ന ടൈം അല്ലെങ്കിൽ +2 പഠിക്കുമ്പോൾ എനിക്ക് ഈ ഒരു കാൽക്കുലേഷൻ, ഞാൻ മാത്സ് വളരെ വീക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഗ്രാസ്പ് ചെയ്യാൻ. അന്ന് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ കേക്ക് മുറിക്കുന്ന പരിപാടി. അപ്പോൾ ആ നിലക്ക് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ 2 ഭാഗം ആർക്കുള്ളതാ സിക്കുള്ളതാണ്. ഈ 3 ഭാഗമാണ് ഇനി മറ്റുള്ളടയിൽ വീതിക്കേണ്ടത്. അതെങ്ങനെ വീതിക്കാന്നൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇനി മറ്റുള്ള അപ്പം നിങ്ങൾ വിചാരിക്കും 2:1 എന്ന് പറഞ്ഞാൽ പോരെയെന്ന്. അങ്ങനെ അല്ല, പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ 15/20 അങ്ങനെയൊക്കെ ചിലപ്പോൾ കാൽക്കുലേഷൻ ഉണ്ടാവും. അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രോഫിറ്റ് എന്ത് ചെയ്തു, പ്രോഫിറ്റിനെ ഞാൻ എന്ത് ചെയ്തു 1 ആക്കിയെടുത്തു. പ്രോഫിറ്റിനെ 1 ആക്കിയെടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യുക, പുതിയ വന്ന ആളെ ഷെയർ എത്ര കൊടുക്കുക, സീസ് ഷെയർ. അയാൾക്ക് നമ്മൾ എന്തായാലും പറഞ്ഞു, അയാൾക്ക് നമ്മൾ എത്ര കൊടുക്കും 2/5 കൊടുക്കും. അയാൾക്ക് 2/5 കൊടുക്കും. അങ്ങനെയാണെങ്കിൽ റിമൈനിങ്, ഇനി ബാക്കി എത്ര ഷെയർ ഉണ്ട്, റിമൈനിങ് പ്രോഫിറ്റ് എത്ര ഉണ്ട്, സീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് റിമൈനിങ് എത്ര ഉണ്ട്. റിമൈനിങ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2/5. ആ 2/5 വന്നിട്ട് ഇയാൾക്ക് എത്ര അല്ലേ കൊടുത്തേ അല്ലേ. അതെങ്ങനെ അപ്പം പറയുന്നേ, ഈ 1 എന്ന് പറഞ്ഞാൽ മൊത്തത്തിന് നമ്മൾ 5 ഭാഗമാക്കിയല്ലേ. ഈ 5 ഭാഗത്തു നിന്ന് 2 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ട്, 3 ഉണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്, 3/5 എന്നാണ് ആൻസർ. ഇത് നിങ്ങൾക്ക് ഞാൻ ആ മാത്സിൻ്റെ കാൽക്കുലേഷൻക്കൊന്നും പോകണില്ല. ജസ്റ്റ് 1/1 / 3/5 എന്നൊക്കെ 2/5 എന്ന് ചെയ്താൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസറിലേക്കൊക്കെ എത്താൻ പറ്റും. അതിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല. നിങ്ങളിങ്ങനെ ലോജിക്കലി മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്യാം. എങ്ങനെ ഇത് ചെയ്യാന്നുള്ള എൻ്റെ കറക്റ്റ് പ്രൊസീജിയറിൽ ചെയ്തു പോകാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എയും ബിയും പാർട്ട്നേഴ്സാണ്, ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 3:2ലാണ്. സീനെ അഡ്മിറ്റ് ചെയ്തു 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റിന്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് PSR ന്യൂ PSRും അതുപോലെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ PSR, calculation of
നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എന്തുണ്ട് ന്യൂ PSRും സാക്രിഫൈസിങ് റേഷ്യോ കാണലാണ് നമ്മളെ പരിപാടി തന്നെ. അത് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ PSR എന്ന് ഹെഡിങ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഫസ്റ്റ് ലെറ്റ് പ്രോഫിറ്റ്, നമ്മൾ പ്രോഫിറ്റിനെ ഒന്നാക്കി എടുത്ത് എന്നുള്ള ആളുകൾ അറിയണം. ലെറ്റ് ആൻസർ എഴുതുമ്പം എക്സാമിനർ അറിയണം പ്രോഫിറ്റിനെ ഒന്നാക്കി എടുത്ത്. എനിക്ക് പ്രോഫിറ്റിനെ 100 ആക്കിയൊക്കെ എടുക്കായിരുന്നു, പക്ഷേ കാൽക്കുലേഷൻ സിമ്പിളിന് ഞാൻ എന്താ ലെറ്റ് പ്രോഫിറ്റ് ബി ഈസ് ഈക്വൽ ടു 1 എഴുതുക. പ്രോഫിറ്റിനെ ഞാൻ 1 പരിഗണിക്കുകയാണ് അങ്ങനെ. എന്നിട്ട് പറയാണ് സീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. സീസ് ഷെയർ എന്ന് എഴുതിയാൽ മതി. സീസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഔട്ട് ഓഫ് 1ൽ 3ൻ്റെ ഷെയർ എത്ര, സീസ് ഷെയർ ഔട്ട് ഓഫ് 1. ഈ 1ൽ 3ൻ്റെ ഷെയർ എത്ര, 1/6. ഈ മൊത്തം 1 ഉണ്ടല്ലോ, ഈ 1ൻ്റെ 1/6 സീൻ്റെ ഷെയർ ആണ്. അപ്പോൾ ബാക്കി എത്രയെന്നാണ് ഞാൻ നോക്കുന്നത്, റിമൈനിങ് ഷെയർ. റിമൈനിങ് എന്ന് പറഞ്ഞാൽ സിക്ക് കൊടുത്തതിന് ശേഷം ബാക്കി എത്ര ഉണ്ട്, മൊത്തം എത്ര ഉണ്ടായിരുന്നു, 1 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സിക്ക് എത്ര കൊടുത്തു, അത് കുറക്കണം. 1 - 1/6. ഈ 1നേക്കാളും ചെറുതാണ് കേട്ടോ 1/6. കാരണം നമ്മൾ മൊത്തമുള്ള ഒരു കേക്കിനാണ് 6ഉം 5ഉം ഒക്കെ ആക്കി മുറിച്ചിന്, അതുകൊണ്ടാണ് 1/6 അതിലേറെ ചെറുതാന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ബാക്കി എത്ര ഉണ്ട്, 1 - 6 കുറച്ച്. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ഈക്വൽ ടു 5 ആണ്, 6 ആണ്. 1 ടോട്ടൽ 6 ആണ്, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതിന് 6 ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. 6 - 1 അങ്ങനെ പറയാൻ പറ്റില്ല, 1/5 എന്ന് പറയാൻ പറ്റില്ല. 6 - 1, അപ്പോൾ 5 പോയത് ആ രീതിയിലാണ്. പക്ഷെ അതവിടെ എഴുതരുത്, ജസ്റ്റ് എന്ത് ചെയ്യാനാണ്, ഞാൻ ഒരു ഊഹിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മൊത്തം ഈ 1 എന്ന് പറഞ്ഞാൽ മൊത്തം 6 അല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്താൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു ഈ മൊത്തം 6 ഭാഗമാക്കിയിട്ട് അതിൽ ഒരു ഭാഗമാണ് പോയത്, ബാക്കി അപ്പോൾ എത്ര ഉണ്ട്, 5 ഭാഗമുണ്ട്. 5 - 5 ഹരിക്കണം 6 എന്നാണ്. ഓക്കെ, ഇത് മാത്സിൽ എങ്ങനെ ചെയ്യലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ടേ, നിങ്ങൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, മൊത്തത്തിൽ ചെയ്യേണ്ട. അത് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ. 1/1 - 1/6 എന്ന് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്താണ്, 1ഉം 6ഉം തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ അതിൻ്റെ ലസാഗു നോക്കണം. അങ്ങനെ 6 എന്നിടുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഈ രീതിയിൽ അപ്ലൈ ചെയ്യലാണ്. 1 × 6, പിന്നെ ഈ 1 × 1 1ഉം അത് മൈനസ് അതിൻ്റെ ഇടയിൽ ഇടണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയാണ്. ഇത് നിങ്ങൾക്ക് പേഴ്സണലി ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, അപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് അക്കൗണ്ടൻസിയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ബാക്കിക്ക് പോവാം. ഇങ്ങനെ ആകുമ്പം 5/6 എന്ന് കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മുടെ ബാക്കി കാര്യം. സീൻ്റെ ഷെയറിനെ പറ്റി നമ്മൾ 5ൽ സീൻ്റെ ഷെയറിനെ പറ്റി 1/6 ആണെന്ന് പറഞ്ഞു. റിമൈനിങ് ഷെയർ എത്രയെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എൻ്റെ ഷെയർ കാണാം. എൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ 5/6 ഇല്ലേ, അത് അതേപോലെ ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ 5/6 ഇൻറ്റു എത്ര ചെയ്യുക, എൻ്റെ ആദ്യത്തെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എത്രയായിരുന്നു, പ്രോഫിറ്റ് ഷെയറിന് 3:2 എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെത് 3/5 ആയിരുന്നു അല്ലേ, 3/5 ആയിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ പറഞ്ഞിരുന്നു അത് എന്താണ്, 3:5 എന്ന് പറഞ്ഞാൽ 3:2 എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെന്ത് പറയാം, 3/5 എന്നും പറയാം, ഇതിന് നമുക്ക് 2/5 എന്നും പറയാം. അപ്പോൾ നമ്മൾ ഇൻറ്റു 3/5 എന്ന് എഴുതി, 3/5 എന്ന് എഴുതി. അപ്പം അതിനർത്ഥം എന്താണ്, 3/5 = ഒരു മിനിറ്റ്, ഇത് ഞാനൊന്ന് തൽക്കാലം വായിക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ബോറായിക്കണ്ട ആൻസറിൻ്റെ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ 3/5 ഇതെങ്ങനെ ചെയ്യുക, ഗുണിക്കുന്നതാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുക. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഗുണിക്കുക, 5ഉം 3ഉം തമ്മിൽ നമ്മൾ ഗുണിക്കുകയാണ്.
5 3 തമ്മിൽ ഗുണിച്ചു 15, 6 5 ഗുണിച്ചു 30. അപ്പം 15/30 എന്നായി. ഓക്കെ, അപ്പോൾ എൻ്റെ ഷെയർ 15/30 നമ്മൾ തീരുമാനിച്ചു വെച്ചു. ഇനി ബീൻ്റെ ഷെയർ, ബീൻ്റെ ഷെയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എൻ്റെ ഷെയർ കാണാൻ 6/5 ഈ റിമൈനിങ് എല്ലാം എടുത്തിരുന്നത്. അതേപോലെ ബീൻ്റെ ഷെയറിന് വേണ്ടിയിട്ടും 6/5 അതന്നെ എടുക്കുക. ഇൻറ്റു നമ്മൾ എത്ര ചെയ്യുക? 3/5 ആണോ? അല്ല, ഇവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ 3:2 പറഞ്ഞ്. അവിടെ നമ്മൾ 3/5 ഇയാളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാളത് 2/5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2/5 എന്ന് എഴുതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക 10, ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക 30. ഓക്കെ, അപ്പം 10 ഹരിക്കണം 30 എത്ര കിട്ടി? അതന്നെ 10 ഹരിക്കണം 30. ഇത്രയും ഭാഗം കറക്റ്റ് എഴുതിയെടുക്കുക. ഓക്കെ, ഇത്രയും ഭാഗം പെട്ടെന്ന് എഴുതിയെടുക്കുക. ഇത് ഞാൻ വായിക്കുന്നുണ്ട്, ഇതിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മളിപ്പോൾ എഴുതിയില്ല. ഇത് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ ഇതിൻ്റെ ബാക്കിയിലേക്ക് പോവാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ രീതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബാക്കിയിലേക്ക് പോകണം. ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് തന്നെയാണ് എഴുതേണ്ടത്. ഞാൻ അടുത്ത പേജിലേക്ക് പോയിട്ടാണ് എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു, ഏൻ്റെത് നമുക്ക് കിട്ടി. അതിൻ്റെ ബാക്കി നമ്മൾ ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏൻ്റെത് നമ്മൾ പുതുതായിട്ട് കണ്ടെത്തി എത്ര? ഏൻ്റെ 15 ഹരിക്കണം 30 എന്ന് കണ്ടെത്തി. ബീൻ്റെത് കണ്ടെത്തി എത്ര? ബി ഷെയർ 10 ഹരിക്കണം 30 എന്ന്. സീൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എത്ര? 1/6. ഇതിപ്പോൾ എന്താ പറഞ്ഞ് കാട്ടുക? ഒരാളത് 15/30, മറ്റാളത് 10/30, ഇയാളത് 1/6. ഇതൊരു ലോക്ക് ക്ലിയർ ഇല്ലല്ലോ. അപ്പോൾ എന്താ അതിന് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കണം, താഴെയുള്ളതിനൊക്കെ സെയിം ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? താഴെയുള്ളതിനോട് നിങ്ങൾ 30 ആക്കിക്കോളി. താഴെയുള്ള 30 ആക്കുക. താഴെയുള്ള 30 ആക്കാൻ നീ ഇപ്പം എന്താ ചെയ്തത്? ഈ 6-നെയാണ് 30 ആക്കിയല്ലേ? 6-നെ 30 ആക്കാൻ എന്ത് ചെയ്യേണ്ടത്? തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? 30-നെ 6 കൊണ്ടാണ് അടിച്ചു നോക്കി, 5 ഇട്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ 5 കൊണ്ടാണ് ഗുണിച്ചത്. 30-നെ 30 ഹരിക്കണം 6 ചെയ്യുമ്പോൾ 5 അല്ല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 6 5 30 എന്നാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ 5 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ സംഖ്യനെ 5 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ 1 × 5 5. മനസ്സിലായോ? ഒന്നും കൂടി പറയാം. അതായത് ഉത്തമാ എന്താണ് മായിച്ചിട്ടോ? നമ്മൾ മറ്റൊരു രണ്ടാൾ ഷെയർ കണ്ടെത്തി. സീൻ്റെ ഷെയർ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 1/6 ആന്ന് പറഞ്ഞു. പക്ഷെ മറ്റോലെ ഇത് ചെയ്തു വന്നപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? 15/30 10/30 എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 1/6-നെയൊക്കെ എന്ത് ചെയ്യുക? 1/6-നെ 30-ൻ്റെ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെയൊക്കെ 30 ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? = ഇതിന് നമ്മൾ = എന്ത് ചെയ്യുക? ഇതിനെ നമുക്ക് 30 ആക്കി മാറ്റാം. 30 ആക്കി മാറ്റാൻ നിങ്ങൾ എന്താ ചെയ്തത്? ഒന്നും വേണ്ട, ഈ 30-നെ 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പോൾ 5 കിട്ടിയില്ലേ? അപ്പോൾ ഈ 6ഉം 5ഉം തമ്മിൽ ഗുണിച്ചിട്ടാണ് 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി 1ഉം 5ഉം തമ്മിൽ ഗുണിച്ചിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ എമൗണ്ട് ചെയ്യണം. അത് 5 തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയില്ല ആൻസർ. അപ്പം ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ഓരോരുത്തർക്കും നമ്മൾ 15/30 10/30 ഇത് 5/30 എന്നായില്ലേ? അതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ലഘൂകരിക്കാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കറക്റ്റ് ആയില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 15 10 5 എന്ന് എഴുതാം. നിങ്ങൾ ഇങ്ങനെ എഴുതാം. ഇവരുടെ റേഷ്യോ പറഞ്ഞാൽ 15 10 5 15:10:5 എന്ന് എഴുതാം. പക്ഷെ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലഘു. ഇതൊക്കെ കോമൺ 5 വെച്ചിട്ടാണ് പോകുന്നത്. ഈ ഏറ്റവും ലാസ്റ്റത്തെ നോക്കുക, ഇതിൽ 5 ഒറ്റ ഒന്നാണ്.
ഇതിൽ 5 എത്രണ്ണാണ്? 2 എണ്ണാണ്. ഇതിൽ 5 എത്രണ്ണാണ്? 3 എണ്ണാണ്. അപ്പോൾ ഇതിന് നമുക്ക് 3:2:1 എന്ന് പറയാം. ഇതപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരുന്നു. പക്ഷേ ഇതിങ്ങനെ ചെയ്തു വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ആൻസർ എന്നുള്ള രൂപം. ഒരാളുടെ ചിത്രം വരച്ച് നിങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതാണ്, അതായത് ചിത്രമാണ് വളരെ സിമ്പിളായിട്ട് ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് എന്ത് ചെയ്തത്, ചിത്രം പറഞ്ഞത്. എന്നിട്ട് പിന്നെ നമ്മൾ മാത്സിൽ എങ്ങനെ ഈ ചിത്രം റെഡിയാക്കണത് എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ കണ്ടെന്താണ്, പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ആണ് കണ്ടല്ലേ. ഇന്ന് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടെത്താൻ പറ്റും. സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. സാക്രിഫൈസിങ് റേഷ്യോ കാണുമ്പോൾ നമ്മുടെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണേ പറയണത് അല്ലേ. അപ്പം സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ പോവാം. ഇതനുസരിച്ച് നമ്മുടെ ഓൾഡ് റേഷ്യോ എന്താണ്? ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എൻ്റെ കേസിൽ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3/5 ആണ് അല്ലേ. എൻ്റെ ഓൾഡ് റേഷ്യോ 3/5 ആണ്. എൻ്റെ ന്യൂ റേഷ്യോ എന്താണ്? ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 3/6 ആണ്. 3/6 ആണ്. ഓക്കെ. ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നതിൻ്റെ ഇതും കൂടെ നോക്കുക. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക? ഫസ്റ്റ് ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക, 30. എന്നിട്ട് പിന്നെ ഈ 6ഉം 3ഉം തമ്മിലാണ് ഗുണിക്കേണ്ടത്. ഈ 6ഉം ഈ 3ഉം തമ്മിൽ ഇങ്ങനെയാണ് ഗുണിക്കേണ്ടത്. അവിടെയും എന്താ ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. 6ഉം 3ഉം തമ്മിൽ ഗുണിക്കുക 18. ഇനി 5ഉം 3ഉം തമ്മിൽ ഗുണിക്കുക 15. അപ്പോൾ നമ്മൾ ചെയ്ത ആൻസർ എന്ത് ചെയ്യും? 3/30 എന്ന് വരും. അപ്പോൾ ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ബീൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ നമുക്കൊന്ന് എന്ത് ചെയ്യുക നോക്കാം. ബീൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്? ബീൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ നോക്കുമ്പോൾ എന്താണ് നോക്കുക. ബീൻ്റെ ഓൾഡ് റേഷ്യോ എന്താണ്? ഓൾഡ് റേഷ്യോ 2/5 എന്നാണ്. ഓക്കെ. 2/5 മൈനസ് ന്യൂ റേഷ്യോ എന്താണ്? 2/6 ആണ്. അങ്ങനെയല്ലേ. അപ്പം ഇനി ഇത് ചെയ്ത് നോക്കുക. എന്താണ്? 30. ഇതെത്രയാണ്? 6ഉം 2ഉം തമ്മിൽ ഗുണിക്കുക ഫസ്റ്റ്. ഇങ്ങനെയാണ് ഗുണിക്കേണ്ടത് ഫസ്റ്റ്. അപ്പം 12 മൈനസ് 5ഉം 2ഉം തമ്മിൽ ഗുണിക്കുക 10. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 12/30. സോറി, 12 അല്ല, 12 മൈനസ് 10. അങ്ങനെ 2 എത്ര വരും? 2/30 കിട്ടും. ഇത്രയും കാര്യമാണ് ഇതിൽ ചെയ്യാനുള്ളത്.